ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഇന്നാണ് പുലികൾ ഇറങ്ങുന്നത്. വിവിധ ദേശങ്ങളെ പ്രതിനിധീകരിച്ച് 9 പുലികളി സംഘങ്ങളാണ് ഇത്തവണ നഗരത്തിലേക്ക് ഇറങ്ങുക. 35 മുതൽ 50 പുലികളെയാണ് ഓരോ സംഘങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലികളി മഹോത്സവത്തിന്റെ ഭാഗമായി ഇത്തവണയും വിവിധ ദേശങ്ങൾക്കൊപ്പം ഇറങ്ങും. അപ്പോൾ നമുക്ക് നേരെ പുലിമടയിലെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ പുലിക്കുട്ടികൾ ഓരോ മടകളിൽ നിന്നും അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റെഡിയാണ്. ഇതേ കാണുന്നില്ലേ, ലക്ഷ്മി പത്മയും സഹിൻ ആന്റണിയും ഉണ്ട്, ലെവിൻ കെ വിജയനുണ്ട്, സൈഫുനീസയുണ്ട്. ആരിലേക്ക് വേണമെങ്കിലും ആദ്യം നമുക്ക് ലക്ഷ്മി പത്മയിലേക്കും സഹിനിലേക്കും പോകാം. ലക്ഷ്മി, സഹിൻ രണ്ടുപേരും സജ്ജരായി നിൽക്കുകയാണ്. ഇപ്പൊ ഏതെങ്കിലും പുലിമടയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ലക്ഷ്മി മറ്റേ പുലിക്കുപ്പായൊക്കെ ഇട്ട് സർവ്വസജ്ജമായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഈ രാവിലത്തെ ഇപ്പോൾ 8:30 മണിയെ കഴിയുമ്പോഴത്തേക്കും പുലികളെല്ലാം ഉണർന്നു കഴിഞ്ഞ് എല്ലാ മടകളും സജീവമായോ? ഈ വരയ്ക്കൽ പരിപാടികളൊക്കെ ഏതുവരെ എത്തി? എങ്ങനെയാണ് കാര്യങ്ങൾ? വരച്ചുകൊണ്ടിരിക്കുകയാണ് സേതു. വരച്ച് ഉണങ്ങാൻ നിൽക്കുന്ന പുലികളുടെ കൂടെയാണ് നമ്മളുള്ളത്. ഇങ്ങനെയാണ് ഇവരിങ്ങനെ 2 വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഉണങ്ങാൻ നിൽക്കും. ഇത് വരച്ചിട്ട്. ചേട്ടാ പേരെന്താ? ആൻഡു. പുലിയുടെ പേര് അല്ലേ? ആൻഡുപുലി. നേരത്തെ ഇവിടെ ആർക്കോ പാട്ട് പാടി കൊടുക്കുന്നതൊക്കെ കേട്ടു. ഒരു പാട്ടോടെ നമുക്ക് തുടങ്ങിയാലോ? മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിളക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ഇതൊരു ശോകമായി പോയേട്ടാ. നമുക്ക് ഇച്ചിരി ഒരു വൈബ് പാട്ട്. പുലിയെ പുലി അല്ല കിളിയെ കിളിയെ അങ്ങനെ എന്തെങ്കിലും. കിളിയാ പുലി എന്തൊക്കെ പറയല്ലേ, കുഞ്ഞു മനസ്സുള്ള പുലിയാണ് ഇത്. ഇവിടെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു. കരച്ചിൽ വന്നു ഈ പാട്ട് കേട്ടിട്ട്. വേറെ സംഭവം കാണിച്ചു. ഇതെന്താ സംഭവം അറിയോ? ഇത് ഒരു ഈ പുലികൾ, അതെ ഇതിന്റെ എല്ലാമായി പുലികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമാണ് ഇത്. കാണണേ സേതു, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് സാധാരണ നമ്മൾ ഈ ഓണക്കാലത്താണ് പുലികൾക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഈ പുലി അത്തം മുതൽ പുലിക്കളി കലാകാരന്മാർ ഓണക്കാലമായിട്ട് നടക്കുക. അവർക്ക് ആർക്കും തന്നെ അവരുടെ വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കാൻ സാധിക്കാറില്ല. അവരുടെ ഭാര്യമാർ പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങളുടെ പുലികളാണെങ്കിലും ഞങ്ങൾക്ക് ഓണക്കാലത്ത് പുലിയില്ല എന്ന് പറയും. അവരുടെ വിഷമം തീർക്കാൻ ഞങ്ങൾ ഇപ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഓണക്കിറ്റ്. ഞങ്ങൾ പറയുന്നത് വയറ് നിറച്ചോണം. കാരണം അവർ വയറ് നിറച്ചേക്കണം എന്ന അർത്ഥമുണ്ട്, വയറ് നിറച്ചിട്ട് ഓണം എന്ന അർത്ഥമുണ്ട്. അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഫുഡ് കിറ്റാണ് ഇത്. റീടോർട്ടിംഗ് ടെക്നോളജി വഴിക്ക് ഈറ്ററി മലബാറിക്കസ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ തന്നിരിക്കുന്ന ഒരു ഫുഡ് കിറ്റാണിത്. ഇതിൽ ഭക്ഷണം 4 പേർക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണ കിറ്റാണ്. ഓണസദ്യ മുഴുവനുണ്ട്. ഇത് സാധാരണ സദ്യയാണ്, പക്ഷേ ഇതിൽ എന്താ പ്രത്യേകത എന്താണ്? അതാണ് റീടോർട്ടിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്. പട്ടാളക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തായിരിക്കില്ല. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ഈ ഭക്ഷണം പാക്ക് ചെയ്തിട്ടാവുക. പണ്ട് വിയറ്റ്നാം, അമേരിക്ക, വിയറ്റ്നാം, അതെ. അപ്പോൾ റീടോർട്ടിംഗ് ടെക്നോളജി അവിടെ നിന്നാണ്. ഇതിൽ എല്ലാം ഉണ്ട്. ഓണത്തിന് വേണ്ട എല്ലാ സദ്യവട്ടങ്ങളും അടങ്ങിയ ഒരു ഫുഡ് കിറ്റാണിത്. 2 വർഷം വരെ വെക്കാം. 2 വർഷം വരെ എടുത്തു വെക്കാം. കഴിക്കണമെങ്കിൽ ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ കഴിച്ചേക്കണം. എടുത്തു വെക്കാൻ പറ്റില്ല. ഇത് ഈ പാക്കഡായിട്ട് 2 വർഷം എടുത്തിരിക്കും. ഇത് ഒരു ഗംഭീര ഐഡിയ, പ്രത്യേകിച്ചും പുലികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗംഭീര കാര്യം. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എത്ര നാൾ കഴിഞ്ഞു വേണമെങ്കിലും കഴിക്കാം. നോക്കൂ, നമ്മളെ കൂടെ കളിക്കുന്ന ഓരോ പുലികളുടെയും ആരോഗ്യവും അവരുടെ സന്തോഷവും സംരക്ഷിക്കുന്നത് അയ്യന്തോളിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ പുലികൾക്കും പേരെന്താ ചേട്ടാ? ബൈജു. ബൈജു പാട്ടൊക്കെ പാടുമോ? ഇതുപോലെ ചെറുതായിട്ട്. രശ്മിജി, കരിമ്പുലിയെ വിളിച്ചാലോ? കരിമ്പുലി ചേട്ടാ, കരിമ്പുലി ചേട്ടാ ഒരു പാട്ട് പാടിയിട്ട് കരിമ്പുലിയെ വിളിക്കാം. വിളിച്ചു നിർത്തിക്കോ. ഓക്കെ, പാടിക്കോ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്തെന്നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ലക്ഷ്മിജി, കരിമ്പുലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഒരു ടീമിൽ കരിമ്പുലി കുറവായിരിക്കും. സാധാരണ ഏറ്റവും ഡിമാൻഡുള്ള പുലിയാണ് കരിമ്പുലി. അത് വയറ് കൂടുതലുള്ള ആളായിരിക്കും കരിമ്പുലിയാണ്. അങ്ങനെയാണോ? ഇതൊക്കെ സഹിൻ പറയുന്ന സത്യമാണോ? അത് അതെ. കരിമ്പുലിയുടെ മുമ്പ് ഞങ്ങൾ കളിക്കണം, നന്നായി കളിക്കണം. 2 സ്റ്റെപ്പ് ഇട്ട് എന്ത് ചെയ്യാ?
നാട്ടില് ആ യൂണിയനിലെ CITV. ആണോ? Okay. എല്ലാ തവണയും കെട്ടാറുണ്ടോ പുലിവേഷം? ഇതൊരു ഒരു സംശയം ചോദിക്കട്ടെ, ഈ സാധാരണ ഇപ്പൊ 6 പാക്ക് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് കൂടുതലുള്ളത്. നമുക്ക് ഈ വയറ് അനുഗ്രഹമാണോ? അതിപ്പോ ഇതുകൊണ്ടൊരു ദോഷമില്ല. ഇനി ഉണ്ടാവണ കാലം വരെ നമുക്ക് അറിയില്ല. ഇപ്പോ ഒരു ദോഷമില്ല. ഇത് ഡിമാൻഡാണ്. ഡിമാൻഡാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു പണം നൽകേണ്ടി വരുന്നത് ഈ കരിമ്പുലി. ഒരുപാട് വയറുള്ളവർക്ക് ഒരുപാട് കാശ് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ ല്ല നമ്മളത് അയ്യന്തോളത്തെ ഒരു പുലിയായിട്ട് മുന്നോട്ട് പോവുക. അത് തന്നെയാണ് ലക്ഷ്മിജി. എന്തായാലും ഇത് വെള്ളപ്പുലി. വെള്ളപ്പുലി. ഓക്കെ ഓക്കെ. ഈ പുലിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. വെള്ളപ്പുലിയാന്ന് മാത്രം. വെള്ളപ്പുലിയാന്ന് മാത്രം. അത് മാത്രമല്ല, ഇത് വരച്ചു തീർന്നിട്ടില്ലല്ലേ? ഇല്ല, വരച്ചു തീർന്നിട്ടില്ല. അത് പകുതിയായിട്ടുള്ളോ. ഇനി വെള്ളപ്പുലിയുടെ പേരെന്താ? ആന്റണി. ഓക്കെ. എല്ലാ തവണയും പുലിവേഷം കേട്ടോ? 35 കൊല്ലായി. ഈ ആനിച്ചേട്ടാ ഒരു ദിവസത്തിനായി ഇങ്ങനെ കാത്തിരിക്കോ? കാത്തിരിപ്പൊന്നുമില്ല, എല്ലാം വിടാന്ന് മാത്രം. ആനിച്ചേട്ടാ ഒരു സീസണിൽ എത്ര പുലികളിലേക്ക് വരും? ഞാൻ മത്സരത്തിന് മാത്രമേ പോവുള്ളൂ, അല്ലാത്തൊരു പരിപാടിക്ക് പോവില്ല. ഒരു പരിപാടിക്കും പോകില്ല, മത്സരം മാത്രത്തിന് പോകും, അല്ലാത്ത പരിപാടിക്കൊന്നും പോവില്ല. ഒരു ടീമിൽ എത്ര വെള്ളപ്പുലി ഉണ്ടാവും? ഒരു ടീമിൽ 2 വെച്ചിട്ടുണ്ടോ? 2 വെള്ളപ്പുലി. എപ്പോഴും ഈ വെള്ളപ്പുലി കെട്ടാനാണോ ഇഷ്ടം, അതോ വേറെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരേനെ വരച്ച ഈ കൊല്ലം മാറ്റും. ഈ KP, ഈ വെള്ളപ്പുലി, കരിമ്പുലി ഇതൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അതെങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ എടുക്കണം? ടീമാണോ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ പുലിവര കലാകാരന്മാരെല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ കൂടിയിരുന്ന് ഏതൊക്കെ തരത്തിലുള്ള പുലികളെ കൊണ്ടുവരണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തതകൾ എപ്പോഴും കൊണ്ടുവരാറുണ്ട്. കരിമ്പുലി എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കരിമ്പുലിയാണെന്നൊക്കെ പറയാറുണ്ട് പണ്ടൊക്കെ. ലീഡർ. അതായത് കളിക്കുന്ന പുലികളുടെ മുന്നിൽ നിന്ന് കളിക്കുന്ന കരിമ്പുലിയായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ വെള്ളപ്പുലി, അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഫ്ലൂറസൻ പുലിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യന്തോളിന് ഫ്ലൂറസൻ പുലി ഇല്ല, മെറ്റാലിക് പുലി ഇല്ല. കാരണം മത്സരത്തിൽ അത് ശരിയല്ല. കാരണം മത്സരത്തിന് അത് മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം സാമ്പ്രദായിക രീതിയിൽ പെയിന്റ് അരച്ച് തയ്യാറാക്കി അത്തരം പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് അയ്യന്തോൾ ദേശത്തെ പുലികൾ അണിഞ്ഞത്. പെയിന്റിനകത്ത് എന്തൊക്കെയാണുള്ളത് ഇത് അരച്ച് ചേർത്തത്? ടെമ്പ്ര പൗഡറും അതുപോലെ തന്നെ ചെറിയ ഞാൻ പറഞ്ഞല്ലോ പച്ചിലകളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇവർ ഇതുണ്ടാക്കുന്നത്. സാമ്പ്രദായിക രീതിയിലാണ് അരച്ച് ചേർക്കുന്നത്. ഈ പുലികൾക്ക് ശരീരത്തിൽ ഒരു കാരണവശാലും ത്വക്ക് രോഗം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ത്വക്ക് രോഗം ഉള്ളവർക്ക് തന്നെ ചിലപ്പോൾ ഇത് തേച്ചാൽ മാറുമെന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു വർഷം പുലി ആയാൽ ചിലപ്പോൾ ത്വക്ക് രോഗം മാറി കിട്ടും എന്നും പറയുന്ന കേസുണ്ട്. കൊട കണ്ടിരുന്നു? കൊട ശ്രദ്ധിച്ച ഇത് മഴ പെയ്യുമ്പോ മാത്രമേ അണിച്ചേട്ടനാണോ ഈ കൊടയുടെ? അല്ല, ഞാനല്ല. അത് കോൺസെപ്റ്റ് ഒക്കെ ആളുടെ തന്നെയാണ്, നമ്മളെ KPയുടെ തന്നെ കോൺസെപ്റ്റ് ആണ് ഇത്. മഴ വന്നപ്പോ പുലിയെടുത്ത് ചൂടും. അത് മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ അങ്ങനെ ആയിരുന്നു, മഴ പെയ്യുന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ ഒരു പുതുമയാണ് ഈ പ്രാവശ്യത്തെ ഈ പുലി കൊട എന്നുള്ളത്. ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പുലി വര ഇപ്പോൾ കാണാതെ ഇരിക്കരുത്. ഇതുകൊണ്ട് അത് ഇതിനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുടയാണ്. പിന്നെ ഈ ജഡ്ജിങ് പോയിന്റിലൊന്നും പുലി ഈ കുട പിടിക്കില്ല. നടന്നു പോകുമ്പോഴൊക്കെ ആ ജഡ്ജിങ് പോയിന്റ് അല്ലാത്ത സമയത്ത് ഈ കുട ഉണ്ടായിരിക്കുന്നതാണ് ഇവരുടെ. ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ വേണേ. ലക്ഷ്മിജി അവിടെ നടക്കിരുന്നു, ഒരു പുലിയുടെ നടക്കിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ല. അവിടെ ഇരുന്നു ആരും വഴക്കുറയില്ല. ഇതൊരു കുട്ടിപ്പുലിയാണല്ലോ. കുട്ടിപുലിയൊന്നല്ല, അത്ര കുട്ടിയല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഞാൻ വയറ് വെച്ചിട്ടാട്ടോ ഈ പുലി, കുട്ടിപ്പുലി, വലിയ പുലി എന്നൊക്കെ പറയുന്നത്. പുലിയെ വയറ് അളക്കാൻ പാടില്ല. പുലിക്കളി കളിക്കണം. പുലി എന്താണെന്ന് അറിയണമെങ്കിൽ പുലി കളിക്കണം. കളിക്കുമ്പോൾ ആ ശരീരം കുലുങ്ങുന്നതിനനുസരിച്ച് വയറ് കുലുങ്ങിയാല് ആ പുലിക്ക് അതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. സ്റ്റെപ്പൊക്കെ ഒരേ സ്റ്റെപ്പാണോ അതോ വേറെ വെറൈറ്റി സ്റ്റെപ്പ് ഇടോ? വെറൈറ്റി സ്റ്റെപ്പ് പാടില്ല. വെറൈറ്റി സ്റ്റെപ്പ് കാണിക്കാല് പുലിക്കളി ഒരേ ശൈലിയിൽ ഒരേ ആൾക്കാർ ഒരേ ലൈനിൽ നിൽക്കുമ്പോൾ കളിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി. ഒരു കളി കളിക്കുമ്പോൾ 4-5 ഒരു ലൈനിൽ കിടക്കുന്ന പുലികളെല്ലാം നിലനിൽക്കുമ്പോൾ ആ പുലികളുടെ ഭംഗിക്കനുസരിച്ച് കളിയുടെ ഭംഗി ലക്ഷ്മി, സഹിൻ, രണ്ടുപേരിലേക്ക് ഞാൻ വീണ്ടും മടങ്ങിയത് നമ്മുടെ